നമ്മൾ 2 കിലോ മാനിറച്ചിയാണ് ഓർഡർ ചെയ്തേക്കുന്നത്. കടയിൽ വെച്ച് തന്നെ അവർ വെട്ടി ഞുറുക്കി റെഡിയാക്കി നമുക്ക് തന്നിട്ടുണ്ട്. നമ്മളത് വീട്ടിൽ കൊണ്ടുവന്ന് കഴുകി വൃത്തിയാക്കി നമ്മളെടുത്തു. ഇനി നമുക്കത് മഞ്ഞൾപ്പൊടി ഇട്ട് നമുക്ക് വേവിച്ചെടുക്കാം. നമ്മൾ തുറന്നിട്ടാണ് വേവിക്കുന്നത്, കാരണം ചെറിയൊരു സ്മെല്ലുണ്ട്. കാട്ടിറച്ചി ആകുമ്പം അറിയാമല്ലോ, ചെറിയൊരു മണം ഉണ്ടാകും. അപ്പം നമ്മൾ തുറന്നിട്ട് വേവിക്കുമ്പോൾ ആ മണമൊക്കെ പോയി കിട്ടും. അതിനകത്തോട്ട് നമ്മൾ കുറച്ച് കറിവേപ്പിലയും കൂടി ഇടുമ്പം അതിൻ്റെ ആ സ്മെല്ലെല്ലാം അവിടെ കിട്ടുമ്പോൾ നല്ല ഒരു ഫ്ലവറായിരിക്കും നമുക്ക് കിട്ടുക കേട്ടോ. അതിനായി നമ്മൾ 4 സവാള നമ്മൾ റെഡിയാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്. 2 തക്കാളി നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ മാനിറച്ചി ചെറുതായിട്ടൊന്ന് വെന്ത് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിനുവേണ്ടിയുള്ള മസാലകൾ നമുക്ക് റെഡിയാക്കി എടുക്കാം. അതിനായി നമ്മൾ 5 ഏലക്കായും കുറച്ച് ഗ്രാമ്പുവും കുറച്ച് കുരുമുളകും കറുകപ്പട്ടയും നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് നമുക്കിനി മസാലയെല്ലാം അതിലിട്ട് ഇളക്കി ഇതൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും കൂടെ അതിലേക്ക് മിക്സാക്കി നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. നമ്മൾ ചെയ്യുന്നത് വളരെ ഈസി കുക്കാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാക്കുമെന്ന് വിചാരിക്കുന്നു. പെട്ടെന്ന് വഴലാൻ വേണ്ടി നമ്മൾ കുറച്ച് ഉപ്പിട്ടിട്ടുണ്ട്. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് നമ്മൾ അതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്കിനി അതൊന്ന് മിക്സ് ചെയ്ത് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. മസാലക്കൂട്ടിന് വേണ്ടി നമ്മളിനിയും മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടി നമ്മൾ സെപ്പറേറ്റ് എടുത്തിട്ടുണ്ട്. നമ്മുടെ സവാളയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് നമുക്ക് മസാലപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടിയൊക്കെ ഇട്ട് നമുക്കിനി അത് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ അതെല്ലാം നമ്മൾ മിക്സ് ആക്കിയിട്ടിട്ടുണ്ട്. നമ്മുടെ മാനിറച്ചി അവിടെ തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്കിനിയും ഒന്നിച്ച് ഇപ്പുറത്തെ പാത്രത്തിലൂടെ നമുക്ക് ആക്കി റെഡിയാക്കി എടുക്കാം. അങ്ങനെ മാനിറച്ചി ഒരുവിധം വെന്ത് റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കൊന്ന് അടച്ചു വെച്ച് കുറച്ച് വേവിക്കാം. അങ്ങനെ നമ്മുടെ മാനിറച്ചി റെഡിയായിട്ടുണ്ട്. നമുക്കിനിയും ഒന്ന് കഴിച്ച് നോക്കാം. പിള്ളേർക്ക് കൊടുത്തിട്ട് നമുക്ക് അഭിപ്രായങ്ങളൊക്കെ നമുക്കറിയാം അല്ലേ. ഇനി എന്തായാലും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ഇഷ്ടപ്പെട്ടു കേട്ടോ. എന്തുവാണത്? ലാമ്പോ എന്തുവാ ചപ്പ? പിന്നെ നിങ്ങൾ സൂപ്പർ എന്ന് പറഞ്ഞാൽ എന്തുവാ? മാനിറച്ചി. Is it yum yum? Yum yum.